ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ ചാനലിലൂടെ സാധാരണ അങ്ങനെ തന്നെയാണ്. ഇന്ന് പ്രഗത്ഭ ഗായകനായിട്ടുള്ള ഷഹീൻ ബാബുവിന്റെ ഒരു ഗാനമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ? ഹറാം നിറഞ്ഞ കൽബിൽ നൂറിൻ തെളിമ കാണുമോ? ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ? ഹറാം നിറഞ്ഞ കൽബിൽ നൂറിൻ തെളിമ കാണുമോ? പാപഭാണ്ഡം പേറി ഞാൻ അലയും നബിയേ, പാദ തീർക്കും നിഴലിലും കൂട്ടിദാനിധിയേ, കൈ തരുമോ നബിയോരേ, കാമിലായ നൂറോരേ, കൽബിനുള്ളിലെ മഹബൂബേ, ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജ്ഹ്, ആ പ്രകാശം തുളുമ്പുന്ന ആ മുഖം, ആ ശരീരമൊക്കെ നമുക്കൊക്കെ മനാമിൽ കാണാനൊക്കെ വലിയ കൊതിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മദ്ഹ് ഗാനത്തില് കവി അവിടെ പറയുന്നത് നമ്മളൊക്കെ ഒരുപാടധികം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്കൊക്കെ കഴിയുമോ? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തണലിൽ നമുക്കൊക്കെ ഒരുമിക്കാൻ കഴിയുമോ എന്നുള്ള വേവലതയാണ് തീർച്ചയായിട്ടും ഈ ഒരു മദ്ഹ് ഗാനത്തിലൂടെ അവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ ഒരു പരിശുദ്ധമായ മുത്തുനബിയെ നമ്മുടെ കണ്ണുകൊണ്ടൊക്കെ എങ്ങനെ കാണാനാണ്? കാരണം കണ്ണുകളെ കൊണ്ട് നമ്മൾ ചെയ്ത തിന്മകൾക്കൊന്നും ഒരു കയ്യും കണക്കും ഉണ്ടാകില്ല. തെറ്റ് സർവ്വസാധാരണമായിട്ട് എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നതാണ്. കാരണം മനുഷ്യ രക്തത്തിലൂടെ ഇബ്ലീസ് സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഒരുപാടധികം തെറ്റുകൾ എന്ത് തന്നെയായാലും സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പടച്ചോന് തൗബ വെച്ചിട്ടുള്ളത്. അത് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി തന്നെയാണ്. അതിനർത്ഥം തീർച്ചയായും സാധാരണ മനുഷ്യരിലൊക്കെ തെറ്റുകൾ എന്തായാലും സംഭവിക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിൽ ഒരുപാടധികം പരിമിതികൾ ഉണ്ടാകും. കാരണം അതിനൊക്കെ തടസ്സം നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളാണ്. എന്നിരുന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തീർച്ചയായിട്ടും നമ്മൾ തെറ്റുകാരാണെങ്കിൽ പോലും നമ്മളെ കാണാൻ കൊതിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. വല്ലാതെ മനസ്സിനെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു മദ്ഹ് ഗാനം തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ഷഹീൻ ബാബു എന്ന് പറഞ്ഞ ആ ഒരു മാദിഹ് നല്ലൊരു ശബ്ദത്തിന് ഉടമ കൂടെയാണ്. തീർച്ചയായിട്ടും ഇത് തങ്ങൾ ഷഹീൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല നല്ല മദ്ഹുകൾ ഇറങ്ങുന്ന ത്വാഹ തങ്ങളുടെയും ഷഹീൻ ബാബുവിന്റെയും കൂട്ടുകെട്ടിലൊക്കെ പിറക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മദ്ഹ് ഗാനത്തിന്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. നഫ്സിന്റെ തടവറയിൽ നാളുകൾ ഞാൻ നീക്കിയേ, നന്മകൾ കണ്ടിടാതെ തിന്മയിൽ ഞാൻ കൂടിയേ. നഫ്സിന്റെ തടവറയിൽ നാളുകൾ ഞാൻ നീക്കിയേ, നന്മകൾ കണ്ടിടാതെ തിന്മയിൽ ഞാൻ കൂടിയേ. ഇഖ്ലാസില്ലാതെ നുണയാതെ ദുനിയാവിൻ
നൽകാമു നിധിയെ മോഹമാണിൻ സ്നേഹതണിയെ മാറിടാനായി പാടി മതിയേ ഹറാമ കണ്ട കണ്ണിൽ. എന്ത് മനോഹരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഈ ആരിഫ് ഹുസൈന് അതുപോലെ മറ്റുള്ള യുക്തിവാദികളൊക്കെ ഈ ഒരു കാലഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ദുനിയാവിലും ആകട്ടെ ആഖിറത്തിലും മരണത്തിന്റെ ശേഷമുള്ള ഒരു ജീവിതത്തിലും തീർച്ചയായിട്ടും നമുക്ക് തണല്, നമുക്ക് സുരക്ഷിതം, നമുക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്നത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് എല്ലാ മനുഷ്യരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷിക്കാനാണ് നോക്കുന്നത്. തങ്ങളെ വിമർശിച്ചവരെയും അല്ലാത്തവരെയും എല്ലാവരെയും രക്ഷിക്കാനാണ് നബി തങ്ങൾ ശ്രമിക്കുന്നത്. എന്നിരിക്കെ ഈ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് തികച്ചും സങ്കടം തന്നെയാണ്. ഈ മദ്ഹ് ആലപിക്കുന്ന ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സൗണ്ടിന്റെ ആ ഒരു വോയിസിന്റെ ക്ലാരിറ്റി, ആ ഒരു മനോഹാരിത കൊണ്ട് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പട്ടുറുമാൽ അങ്ങനെയുള്ള ഒരുപാട് വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളിലേക്കൊക്കെ. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ് വിട്ടിട്ട് ഇപ്പോ ഈ സിനിമ മേഖല അങ്ങനത്തെ ഒരു മ്യൂസിക്കിന്റെ ഒരു പാട്ടിന്റെ ആ ഒരു മേഖലയിലേക്ക് സഞ്ചരിക്കാതെ പോവാതെ, അതായത് ഒരുപാട് പണങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ നിരസിച്ചുകൊണ്ട് നബി തങ്ങളെ മദ്ഹിൽ അടിയുറച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോഴും നല്ല ശബ്ദമാണ് ഈ മാദിഹിന്, ഷഹീൻ ബാബു എന്ന് പറഞ്ഞ മാദിഹിന്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ആഖിർ സമാന്റെ കാലഘട്ടത്തില്. അപ്പൊ ഇങ്ങനെ ഈ ദുനിയാവിന്റെ മത്തിൽ ലയിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ അതിൽ നിന്നൊക്കെ മോചനത്തിന് വേണ്ടി ശരിക്കും നമ്മൾ നബി തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവിടുത്തോട് പറഞ്ഞാൽ നല്ലൊരു മാറ്റം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ചരിതങ്ങൾ ഉള്ളകമിൽ തുളയുന്നേ തിരുനൂറേ കണ്ടവരെ കാണുമ്പോൾ പൊള്ളുന്നേ ഇഷ്കുള്ളോർ ചരിതങ്ങൾ ഉള്ളകമിൽ തുളയുന്നേ തിരുനൂറേ കണ്ടവരെ കാണുമ്പോൾ പൊള്ളുന്നേ അങ്ങിൽ ചേർന്നിടുവാൻ അതിലായി തീർന്നിടുവാൻ എൻ ജസദും ഈ റൂഹും തന്നിടുമേ നബിയോരേ വന്നിടാമോ നബിയുള്ളാഹ് കനവിലായിൻ ഖൈറുള്ളാഹ് ആശയാണ് സഫിയുള്ളാഹ് ആഖിറം കൊതി നൂറുള്ളാഹ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇത്ര തെറ്റിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിക്കാത്ത ഒരു മനസ്സും ഒരു ശരീരവും ഒരു റൂഹും അല്ലെങ്കിൽ ഒരു ജീവനും ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല. കാരണം അത്രയും സൗന്ദര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് നമ്മൾ ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട്, സൗന്ദര്യമുള്ള ഒരുപാട് ആളുകളെ. നമ്മൾ ഒരു നിമിഷം ആ സൗന്ദര്യമുള്ള ആളുകളൊക്കെ ഒന്ന് നോക്കി നിന്ന് അത്ഭുതപ്പെട്ടു പോകും തീർച്ചയായിട്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ വർണ്ണിക്കുന്നതിനും അപ്പുറത്താണ്. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ നമ്മൾ മുത്തുനബിയെ സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാടധികം ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെ കാണുമ്പോൾ നമുക്കൊക്കെ ഉള്ളിൽ നല്ല കൊതി ഉണ്ടാകും അല്ലെ. അവരെ കാണുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാകും. കാരണം ഹബീബായ തങ്ങളുടെ ഒരു സ്വപ്നം കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക്. അപ്പൊ നമ്മളൊക്കെ തീർച്ചയായിട്ടും നബി തങ്ങളെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാനും നബി തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ തടസ്സം എന്ന് പറയുന്നത് ആഖിർ സമാനിലുള്ള ഈ കാലഘട്ടത്തിലുള്ള
തിന്മയുടെ ചുറ്റുപാടുകളാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ മോചിതനാവാനുള്ള ഏറ്റവും നല്ല വഴി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൽ അലിയുക, മദ്ഹിനോട് ബന്ധം സ്ഥാപിക്കുക, സ്വലാത്തിലേക്ക് അടുക്കുക എന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും കൈവിടുകയില്ല, അത് 100% ഉറപ്പാണ്. അത് നബി തങ്ങളെ വിമർശിക്കുന്ന ഈ ആരിഫ് ഹുസൈൻ പോലെയുള്ള ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് കാരുണ്യത്തിനോട് തന്നെയാണ്. തീർച്ചയായിട്ടും അവിടത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ്. എന്നിരിക്കെ എന്തിനാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്ന് ഒരു പിടിയുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.